നദികളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ഭാരതം. ഗംഗ, യമുന, കാവേരി അങ്ങനെ എത്രയെത്ര നദികളാണ് നമ്മുടെ ഭാരതത്തിന്റെ സമ്പത്തുയർത്തുന്നത്. സരസ്വതി നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകൾക്കിടയിൽ സരസ്വതി അല്ലെങ്കിൽ സരസ്വതി എന്ന നദി ഉത്ഭവിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ബദരീനാഥിനടുത്ത് ഉത്ഭവിക്കുന്ന അളകനന്ദ നദിയുടെ ഒരു പോഷക നദിയാണ് സരസ്വതി എന്നാണ് പറയപ്പെടുന്നത്. ഈ നദി പഠാൻ, സിദ്പൂർ എന്നിവയിലൂടെ കടന്നു പോവുകയും പിന്നീട് റാൻ ഓഫ് കച്ച് ലയിക്കുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നദി നിലനിന്നിരുന്നുവെന്നും അത് വറ്റിപ്പോയെന്നും അല്ലെങ്കിൽ അപ്രത്യക്ഷമായെന്നും വിശ്വസിക്കപ്പെടുന്നു. സരസ്വതി നദിയെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങൾ പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളിലാണ് കാണപ്പെടുന്നത്. ഹാരപ്പൻ നാഗരികതയുടെ കാലത്ത് നദി നിലനിന്നിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ നാഗരികതയുടെ പല നിർണായക ഭാഗങ്ങളും സരസ്വതി നദിയുടെ തീരങ്ങളിലാണ് നിർമ്മിച്ചത്. മഹാഭാരതത്തിലെ ചില ഗ്രന്ഥങ്ങളിൽ ഹരിയാനയിലെ സിർസ എന്നറിയപ്പെടുന്ന ഒരു പട്ടണത്തിൽ ഒരു നദി അപ്രത്യക്ഷമായതായി പരാമർശിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ ചരിത്രവും പുരാവസ്തു കണ്ടെത്തലുകളും സൂചിപ്പിക്കുന്നത് രാജസ്ഥാൻ എല്ലായ്പ്പോഴും വരണ്ടതായിരുന്നില്ല എന്നാണ്. ഒരു വലിയ നദീതട സംവിധാനമുള്ള ഒരു പച്ച പ്രദേശമായിരുന്നു രാജസ്ഥാൻ. ഈ പ്രദേശത്തിന് ചുറ്റും മോഹൻജുദാരോ, ഹാരപ്പൻ നാഗരികതകൾ സ്ഥാപിക്കുന്നതിലേക്ക് അതിനെ നയിക്കുകയും ചെയ്തിരുന്നു. സരസ്വതി നദി സരസ്വതി ദേവിയുടെ ഒരു അവതാരമായിരുന്നു. അറിവിന്റെയും സംഗീതത്തിന്റെയും സർഗാത്മകതയുടെയും ദേവതയാണ് സരസ്വതി. ശിവന്റെയും പാർവതി ദേവിയുടെയും മക്കളിൽ ഒരാളായ കാർത്തികേയനെ സരസ്വതി നദിയുടെ തീരത്ത് ദേവസേനയുടെ അംഗരക്ഷകനായി നിയമിച്ചതായി പല ഗ്രന്ഥങ്ങളും പരാമർശിക്കുന്നു. ക്ഷത്രിയരെ കൊന്നതിന്റെ പാപത്തിന് പശ്ചാത്താപം തേടി ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ സരസ്വതി നദിയിലെ വെള്ളത്തിൽ കുളിച്ചുവെന്നും പരാമർശമുണ്ട്. മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന പുരൂരവ രാജാവ് തന്റെ വധുവാകാൻ പോകുന്ന ഉർവശിയെ സരസ്വതി നദിയുടെ തീരത്ത് കണ്ടുമുട്ടി എന്നും പറയപ്പെടുന്നുണ്ട്. സരസ്വതി നദിയുടെ ശാപത്തിന്റെ കഥ കേൾക്കാം. വേദവ്യാസൻ സരസ്വതി നദിയുടെ തീരത്ത് ഗണപതിക്ക് മഹാഭാരതം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ആ സമയത്ത് തനിക്ക് പാരായണം പൂർത്തിയാക്കാൻ കഴിയുന്നതിനായി നദിയോട് മൃദുവായി ഒഴുകാൻ മുനി ആവശ്യപ്പെടുന്നു. എന്നിരുന്നാൽ സരസ്വതി നദി അതൊന്നും ശ്രദ്ധിച്ചില്ല. പൂർണ്ണ ശക്തിയോടെ ഒഴുകുകയായിരുന്നു. ഈ പെരുമാറ്റത്തിൽ കോപാകുലനായ ഗണേശൻ നദിയെ ഒരു ദിവസം അപ്രത്യക്ഷമാകുമെന്ന് ശപിച്ചു. പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമായ ബ്രഹ്മാവിന്റെ തലയിൽ നിന്നാണ് സരസ്വതി ജനിച്ചതെന്ന് പുരാണ കഥകൾ പറയുന്നു. സരസ്വതി നദി ഒരു കെട്ടുകഥയല്ലെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭൂപ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന വറ്റാത്ത നദികളിൽ ഒന്നായിരുന്നു ഇത്. ഹിമയുഗത്തിനു ശേഷം നദി ഒഴുകിയ പ്രദേശത്ത് ചില വലിയ ഹിമാനികൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഹിമാനികൾ രാജസ്ഥാനിലെയും റാൻ ഓഫ് കച്ചിലെയും പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാക്കിയെന്നും സമുദ്ര ടെക്ടോണിക് പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തെ മുക്കിക്കളഞ്ഞ് മരുഭൂമീകരണ പ്രക്രിയ ആരംഭിച്ചുവെന്നും പറയുന്നു. ഈ ടെക്ടോണിക് പ്രവർത്തനങ്ങൾ സരസ്വതി നദിയുടെ ഉറവിടം വേർപെടുത്താൻ കാരണമായെന്നും